എൻ്റെ പേര് അർജുൻ. ആത്മാക്കൾ ഭയപ്പെടേണ്ടവയല്ല, അവരെ മനസ്സിലാക്കേണ്ടവരാണ്. പക്ഷേ ചില ആത്മാക്കൾക്ക് പ്രതികാരം വേണം. നിനക്ക് പ്രതികാരം വേണ്ടെങ്കിൽ സത്യം പറയണം. ഒരാത്മാവിന്റെ കോപം ശാന്തമാക്കാൻ സത്യവും മോചനവും ആവശ്യമാണ്. കേരളത്തിലെ മലനിരകളുടെ ഇടയിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു ഗ്രാമം. പച്ചനിറമുള്ള കാടുകൾ, മഞ്ഞ് നിറഞ്ഞ മലകൾ. അതൊരു സാധാരണ ഗ്രാമം പോലെ തന്നെ തോന്നും. പക്ഷേ രാത്രി വന്നാൽ ആ ഗ്രാമം പൂർണ്ണമായും മാറിപ്പോകും. ഇടുക്കിയിലെ ആ ഗ്രാമത്തിൽ ഒരു സ്ഥലമുണ്ട്. ഗ്രാമത്തിലെ എല്ലാവരും ഒഴിവാക്കുന്നൊരു സ്ഥലം. ഒരു പഴയ കിണർ. വർഷങ്ങളായി ആരും ഉപയോഗിക്കാത്ത കിണർ. പകൽ സമയത്ത് അത് വെറും ഒരു പഴയ കിണർ മാത്രമാണ്. പക്ഷേ രാത്രി 2 മണിക്ക് ശേഷം അവിടെ നിന്നൊരു ശബ്ദം കേൾക്കുന്നു. ഒരു സ്ത്രീയുടെ കരച്ചിൽ. ആദ്യം അത് കേട്ടത് രമേശ് എന്നൊരു ഗ്രാമവാസിയാണ്. ഒരു രാത്രി അവൻ വീട്ടിലേക്ക് നടക്കുകയായിരുന്നു. കാടിലൂടെ കടന്നുപോകുന്ന ആ ചെറിയ വഴിയിൽ അവൻ ആ കിണറ്റിൻ്റെ അടുത്തെത്തിയപ്പോൾ അവൻ കേട്ടു ഒരു സ്ത്രീയുടെ കരച്ചിൽ. രമേശ് പതുക്കെ കിണറ്റിനുള്ളിലേക്ക് നോക്കി. അവിടെ ആരുമില്ല. പക്ഷേ കരച്ചിൽ നിർത്തിയില്ല. അത് ആ കിണറ്റിൻ്റെ അടിയിൽ നിന്നാണ് വരുന്നത്. രമേശ് പെട്ടെന്ന് പിന്നോട്ട് തിരിഞ്ഞു. അപ്പോൾ അവൻ വീണ്ടും കേട്ടു. ഇത്തവണ കരച്ചിൽ മാത്രമല്ല, ആ കിണറിൽ നിന്ന് ആരോ പതുക്കെ പറഞ്ഞു, "എന്നെ സഹായിക്കൂ." അടുത്ത ദിവസം രാവിലെ രമേശ് ഈ കാര്യം ഗ്രാമത്തിൽ പറഞ്ഞു. ആദ്യത്തിൽ ആരും വിശ്വസിച്ചില്ല. പക്ഷേ 2ാം രാത്രി മറ്റൊരാളും ആ ശബ്ദം കേട്ടു. പിന്നെ 3ാം രാത്രി പിന്നെ പലരും കേട്ടു. ഇപ്പോൾ ഗ്രാമത്തിലെ എല്ലാവർക്കും അറിയാം ആ കിണറിൽ എന്തോ ഉണ്ടെന്ന്. ഒരു രാത്രി ചില ഗ്രാമവാസികൾ ഒരുമിച്ച് കിണറ്റിനടുത്തേക്ക് പോയി. അവർ ലാൻഡേൺ പിടിച്ച് കിണറ്റിനുള്ളിലേക്ക് നോക്കി. അപ്പോൾ അവർ കണ്ടത് ഒരു സ്ത്രീയുടെ രൂപം. അത് കിണറ്റിൻ്റെ അടിയിൽ നിന്നിരുന്നു. ദീർഘമായ മുടി, വെള്ള നിറമുള്ള പഴയ വസ്ത്രം. അവളുടെ മുഖം കാണാൻ കഴിഞ്ഞില്ല. പക്ഷേ അവൾ കരയുകയായിരുന്നു. ആ രാത്രി മുതൽ ഗ്രാമം മാറി. രാത്രി വന്നാൽ ആരും പുറത്തിറങ്ങുന്നില്ല. കടകൾ അടയ്ക്കുന്നു. വീടുകളുടെ വാതിലുകൾ പൂട്ടുന്നു. കുട്ടികൾ പോലും പുറത്തേക്ക് കളിക്കാൻ പേടിക്കുന്നു. ഗ്രാമവാസികൾ പൂജാരിയെ വിളിച്ചു. പൂജയും മന്ത്രവും നടത്തി. പക്ഷേ ഒന്നും മാറിയില്ല. അപ്പോൾ ഒരു വയസ്സനായ മനുഷ്യൻ പറഞ്ഞു, "നമുക്കൊരാളെ വിളിക്കണം." ആ മനുഷ്യൻ പറഞ്ഞ പേര് അർജുൻ. ഇന്ത്യയിലെ പല ഹോണ്ടഡ് സ്ഥലങ്ങളിലും അന്വേഷണം നടത്തിയ പാരനോർമൽ ഇൻവെസ്റ്റിഗേറ്റർ. ആത്മാക്കളെ നേരിട്ട് കണ്ടിട്ടുള്ള ഒരാൾ. ചിലർ പറയുന്നു അവൻ ആത്മാക്കളോട് സംസാരിക്കുമെന്ന്. ഗ്രാമവാസികൾ അവനെ ബന്ധപ്പെട്ടു. 2 ദിവസങ്ങൾക്ക് ശേഷം ഒരു കാറ് ഗ്രാമത്തിലേക്കെത്തി. മഞ്ഞു നിറഞ്ഞ വഴിയിലൂടെ ആ കാറ് പതുക്കെ മുന്നോട്ട് നീങ്ങി. കാറിന്റെ വാതിൽ തുറന്നു. ഒരു മനുഷ്യൻ പുറത്തേക്കിറങ്ങി. അവൻ അർജുൻ. അവൻ ഗ്രാമവാസികളെ നോക്കി. പിന്നെ കിണറിലേക്ക് നടന്നു. അവൻ കിണറ്റിൻ്റെ അരികിൽ നിന്നു. ഫ്ലാഷ് ലൈറ്റ് കിണറ്റിനുള്ളിലേക്ക് തിരിച്ചു. അവിടെ പൂർണ്ണമായ ഇരുട്ട്. അപ്പോൾ അവൻ കേട്ടു അതേ ശബ്ദം. അത് ഒരു സ്ത്രീയുടെ കരച്ചിലാണ്. അർജുൻ കിണറ്റിനുള്ളിലേക്ക് കൂടുതൽ താഴേക്ക് വെളിച്ചം തിരിച്ചു. മഞ്ഞ് പതുക്കെ മുകളിലേക്ക് ഉയരാൻ തുടങ്ങി. ഗ്രാമവാസികളെല്ലാം പിന്നോട്ട് മാറി. പക്ഷേ അർജുൻ അവിടെ തന്നെ നിന്നു. അവൻ പതുക്കെ പറഞ്ഞു, "നിനക്കെന്താണ് വേണ്ടത്?" അപ്പോൾ കിണറ്റിൻ്റെ അടിയിൽ നിന്ന് ഒരു കൈ മുകളിലേക്ക് നീണ്ടു. വെളുപ്പ നിറമുള്ള തണുത്ത ഒരു കൈ. അത് കിണറ്റിൻ്റെ കല്ലിൽ പിടിച്ചു. പിന്നെ മറ്റൊരു കൈയും. ഗ്രാമവാസികൾ ഭയത്തോടെ നിലവിളിച്ചു.
പക്ഷേ അർജുൻ ഒന്നും പറഞ്ഞില്ല. അവൻ ആ ഇരുട്ടിലേക്ക് നോക്കി. അവിടെ നിന്ന് ഒരു സ്ത്രീയുടെ ശബ്ദം വീണ്ടും കേട്ടു. അവൻ എന്നെ കൊന്നു. അവൻ ഇപ്പോഴും ഈ ഗ്രാമത്തിലുണ്ട്. അവൻ എന്നെ കൊന്നു. ആ വാക്കുകൾ കിണറ്റിൻ്റെ ഇരുണ്ട ആഴത്തിൽ നിന്ന് വീണ്ടും മുഴങ്ങി. ഗ്രാമവാസികൾ ഭയത്തോടെ പിന്നോട്ടു മാറി. പക്ഷേ അർജുൻ അവിടെ നിന്ന് നീങ്ങിയില്ല. അവൻ വീണ്ടും ചോദിച്ചു, "നീ ആരാണ്?" കുറച്ചു നിമിഷങ്ങൾ പൂർണ്ണമായ നിശബ്ദം. പിന്നെ ഒരു മങ്ങിയ ശബ്ദം, "എൻ്റെ പേര് മീന. 10 വർഷം മുൻപ് അവൻ എന്നെ ഇവിടെ തള്ളിയിട്ടു." അർജുൻ പതുക്കെ കിണറ്റിനുള്ളിലേക്ക് നോക്കി. അവൻ പറഞ്ഞു, "ആരാണവൻ?" പക്ഷേ ആത്മാവ് മിണ്ടാതെ നിന്നു. അടുത്ത ദിവസം രാവിലെ അർജുൻ ഗ്രാമത്തിലെ പഴയ ആളുകളെ വിളിച്ചു. 10 വർഷം മുൻപ് ഈ ഗ്രാമത്തിൽ ആരെങ്കിലും കാണാതായിരുന്നു? ഒരു വയസ്സനായ മനുഷ്യൻ പതുക്കെ പറഞ്ഞു, "മീന. അവൾ ഈ ഗ്രാമത്തിലെ സ്കൂൾ ടീച്ചറായിരുന്നു. ഒരു രാത്രി അവളെ പെട്ടെന്ന് കാണാതായി. പോലീസ് കുറെ അന്വേഷിച്ചു, പക്ഷേ ഒന്നും കണ്ടെത്താനായില്ല." അർജുൻ മീന പഠിപ്പിച്ചിരുന്ന സ്കൂളിലേക്ക് പോയി. അവിടെ കുറെ അന്വേഷിച്ചു, പക്ഷേ ഒന്നും കണ്ടെത്താനായില്ല. പെട്ടെന്നാണ് അതവൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അവിടെ ഒരു പഴയ തകർന്ന മേശ. അത് തുറന്നപ്പോൾ ഒരു ഡയറി കണ്ടെത്തി. അത് മീണയുടെ ഡയറിയായിരുന്നു. അവൾ എഴുതിയ അവസാന വരി, "എന്നെ അവൻ പിന്തുടരുന്നു." ഡയറിയുടെ അവസാന പേജിൽ ഒരു പേര്, രാഘവൻ. അർജുൻ ആ പേര് മനസ്സിൽ പറഞ്ഞു. അപ്പോഴാണ് സ്കൂളിന് പുറത്തുനിന്ന് ആരോ അവനെ പിന്തുടരുന്നത് അവൻ ശ്രദ്ധിക്കുന്നത്. അത് ഒരു വയസ്സനായ മനുഷ്യനായിരുന്നു. അവൻ അതാരായെന്നറിയാൻ പുറകെ പോയി. പക്ഷേ അയാളെ കാണാൻ കഴിഞ്ഞില്ല. അർജുൻ മനസ്സിൽ പറഞ്ഞു, "ഞാൻ ഉറപ്പായും നിന്നെ കണ്ടുപിടിക്കും." രാഘവൻ. ആ പേരിപ്പോൾ അർജുൻ്റെ മനസ്സിൽ മുഴങ്ങുകയായിരുന്നു. അവൻ ഗ്രാമവാസികളോട് ചോദിച്ചു, "ആരാണ് രാഘവൻ? നിങ്ങൾക്കറിയാമോ അങ്ങനെ ഒരാളെപ്പറ്റി?" അവർ തമ്മിൽ നോക്കി. പിന്നെ ഒരാൾ പറഞ്ഞു, "അവൻ ഇവിടെ തന്നെയാണ് താമസിക്കുന്നത്, ആ പ്രേതബാധയുള്ള കിണറിനടുത്ത്." അർജുൻ രാഘവന്റെ വീട്ടിലേക്ക് നടന്നു. ഒരു പഴയ വീട്. വാതിൽ തുറന്നു കിടക്കുന്നു. അർജുൻ അകത്തേക്ക് നോക്കി. ഒരു വയസ്സനായ മനുഷ്യൻ. അയാൾ അവനോട് ചോദിച്ചു, "നീ ആരാണ്?" അർജുൻ പറഞ്ഞു, "ഞാൻ മീനയെക്കുറിച്ച് അന്വേഷിക്കാൻ വന്നതാണ്." മീന. ആ പേര് കേട്ടപ്പോൾ രാഘവന്റെ മുഖം മാറി. അവൻ പറഞ്ഞു, "എനിക്കൊന്നും അറിയില്ല." പക്ഷേ അർജുൻ അവൻ്റെ കണ്ണുകളിലെ ഭയം കണ്ടു. ആ രാത്രി അർജുൻ വീണ്ടും കിണറ്റിനടുത്തേക്ക് പോയി. ആത്മാവ് വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. അർജുൻ മീനയുടെ ആത്മാവിനോട് സംസാരിക്കാൻ തുടങ്ങി. അവൻ പറഞ്ഞു, "ഞാൻ രാഘവനെ കണ്ടിരുന്നു. അയാൾക്കൊന്നും അറിയില്ലെന്നാ പറയുന്നത്" എന്ന്. അത് കേട്ടപ്പോൾ അവൾക്ക് ദേഷ്യം വന്നു. അവൾ ഉച്ചത്തിൽ നിലവിളിക്കാൻ തുടങ്ങി. അവളുടെ കണ്ണുകൾ ചുമന്നു. എന്നിട്ടവൾ പറഞ്ഞു, "അവൻ കള്ളം പറയുകയാണ്." മീനയുടെ ആത്മാവ് നടന്ന കഥ പറയാൻ തുടങ്ങി. "രാഘവൻ എന്നെ സ്വന്തമാക്കാൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ ഞാൻ അതിനെ എതിർത്തു. ഒരു രാത്രി അമ്പലത്തിലെ ഉത്സവം കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് പോകുമ്പോൾ അയാൾ എന്നെ പിന്തുടർന്നു. ഈ കിണറിൻ്റെ അടുത്ത് വെച്ച് അയാൾ എന്നെ കയറിപ്പിടിക്കാൻ വന്നു. ഞാൻ ഒച്ച വെച്ചു. അയാൾ എൻ്റെ വായ പൊത്തി. എനിക്ക് ഒച്ച വയ്ക്കാൻ കഴിഞ്ഞില്ല. ഞാൻ ഓടാൻ ശ്രമിച്ചു. പക്ഷേ അയാൾ എന്നെ ഈ കിണറ്റിൽ തള്ളിയിട്ട് കൊന്നു." അടുത്ത ദിവസം അർജുൻ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി. മീനയുടെ പഴയ കേസ് ഫയൽ തുറന്നു. അതിൽ രാഘവനെപ്പറ്റി ഒരു തെളിവുമുണ്ടായിരുന്നില്ല. പക്ഷേ അർജുന് ഉറപ്പായിരുന്നു, മീനയെ കൊന്നത് അയാൾ തന്നെയാണെന്ന്. അർജുൻ നേരെ രാഘവനെ കാണാൻ പോയി. അവൻ രാഘവനോട് ഇന്ന് രാത്രി കിണറ്റിൻ്റെ അടുത്തു വരാൻ പറഞ്ഞു.
അങ്ങനെ രാത്രി വീണ്ടും ഗ്രാമത്തെ മൂടി. ആളുകൾ കിണറ്റിന്റെ ചുറ്റും കൂടി. അതിൽ രാഘവനുമുണ്ടായിരുന്നു. അപ്പോൾ മഞ്ഞ് പതുക്കെ കിണറ്റിനു ചുറ്റും പടർന്നു തുടങ്ങി. അർജുൻ കിണറ്റിന്റെ അരികിൽ നിന്നു. അവൻ ആൾക്കൂട്ടത്തിലേക്ക് നോക്കി. അവന്റെ മുന്നിൽ രാഘവൻ. വർഷങ്ങളായി ഒളിപ്പിച്ചിരുന്ന സത്യം ഇപ്പോൾ പുറത്തു വരാൻ പോകുന്നു. അർജുൻ പതുക്കെ ചോദിച്ചു, മീനയെ നീ കൊന്നു? ചില നിമിഷങ്ങൾ രാഘവൻ ഒന്നും പറഞ്ഞില്ല. പിന്നെ അവൻ്റെ ശബ്ദം വിറച്ചു. അവൻ തല താഴ്ത്തി പറഞ്ഞു, അതെ, എനിക്കവളെ ഇഷ്ടമായിരുന്നു. പക്ഷെ അവൾ എന്നെ നിരസിച്ചു. ആ രാത്രി അമ്പലത്തിൽ ഉത്സവമായിരുന്നു. ഞാൻ അവളെ കാത്തിവിടെ നിന്നു. ഞാൻ അവളെ വിളിച്ചു. അവൾ നിന്നില്ല. ഞാൻ അവളെ പിന്തുടർന്നു. അവളുടെ കയ്യിൽ പിടിച്ചു. അവൾ ഒച്ച വച്ചപ്പോൾ ഞാൻ അവളുടെ വായ പൊത്തി. പിന്നെ അവൾ എന്നെ തള്ളി ഓടാൻ ശ്രമിച്ചു. ആ ദേഷ്യത്തിൽ ഞാൻ അവളെ ഈ കിണറ്റിൽ തള്ളി. ആ വാക്കുകൾ പറഞ്ഞ ഉടനെ കാറ്റ് ശക്തമായി വീശാൻ തുടങ്ങി. കിണറ്റിനുള്ളിൽ നിന്ന് ഒരു ഭയാനക ശബ്ദമുയർന്നു. പെട്ടെന്ന് കിണറ്റിൽ നിന്ന് കനത്ത മഞ്ഞ് പൊട്ടിത്തെറിച്ചു. ഗ്രാമവാസികൾ ഭയത്തോടെ പിന്നോട്ടു മാറി. അർജുൻ മാത്രം അവിടെ നിന്നു. അപ്പോൾ കിണറ്റിൻ്റെ ഇരുണ്ട ആഴത്തിൽ നിന്ന് ഒരു രൂപമുയർന്നു. മീനയുടെ ആത്മാവ്. ദീർഘമായ മുടി അവളുടെ മുഖം മറച്ചിരുന്നു. അവളുടെ കണ്ണുകൾ ഇപ്പോൾ തീ പോലെ കത്തുകയായിരുന്നു. അവൾ രാഘവനെ നോക്കി. പിന്നെ ഒരു ഭയാനക നിലവിളി. കാറ്റ് പെട്ടെന്ന് ചുഴലിക്കാറ്റായി മാറി. മരങ്ങൾ പോലും കുലുങ്ങി. രാഘവൻ നിലവിളിച്ചു, അവളെ തടയൂ! അർജുൻ ഉടൻ തന്നെ തൻ്റെ ഗുരുവിനെ ഓർമ്മിച്ചു. ആചാര്യ ദേവദത്തൻ പറഞ്ഞ വാക്കുകൾ. ഒരാത്മാവിൻ്റെ കോപം ശാന്തമാക്കാൻ സത്യവും മോചനവും ആവശ്യമാണ്. അർജുൻ കിണറ്റിൻ്റെ അരികിൽ ഒരു പൂജാരിയുടെ സഹായത്തോടെ ഒരു ഹോമകുണ്ഡമൊരുക്കി. അഗ്നി തെളിഞ്ഞു. പൂജാരി മന്ത്രങ്ങൾ മുഴങ്ങാൻ തുടങ്ങി. അഗ്നിയുടെ വെളിച്ചത്തിൽ മീനയുടെ ആത്മാവ് ഭീകരമായി തോന്നി. അവൾ പതുക്കെ മുന്നോട്ട് നീങ്ങി. രാഘവൻ നിലത്തു വീണു. അവൻ കരഞ്ഞു. അവൻ പറഞ്ഞു, എന്നോട് ക്ഷമിക്കൂ. മീനയുടെ ആത്മാവ് പതുക്കെ അവൻ്റെ മുന്നിലെത്തി. ഒരു നിമിഷം എല്ലാം നിശബ്ദമായി. പൂജാരി മന്ത്രം അവസാനിപ്പിച്ചു. അഗ്നിയുടെ ജ്വാല ഉയർന്നു. ആ വെളിച്ചത്തിൽ മീനയുടെ മുഖം ആദ്യമായി വ്യക്തമായി. അവളുടെ കണ്ണുകളിൽ കോപം മാഞ്ഞു. അത് മാറി ഒരു ശാന്തതയായി. അവൾ പതുക്കെ കിണറ്റിലേക്ക് തിരിഞ്ഞു. അവളുടെ ശരീരം മഞ്ഞായി ലയിക്കാൻ തുടങ്ങി. അവസാനമായി അവൾ അർജുനെ നോക്കി. ഒരു മങ്ങിയ ശബ്ദം, എൻ്റെ ആത്മാവിന് മോക്ഷം ലഭിക്കാൻ സഹായിച്ചതിന് നന്ദി. പിന്നെ അവൾ അപ്രത്യക്ഷയായി. കാറ്റ് ശാന്തമായി. മഞ്ഞ് പതുക്കെ പിരിഞ്ഞു. ആ കിണർ വീണ്ടും നിശബ്ദമായി. ഒരു ആത്മാവിനു കൂടി മോക്ഷം ലഭിക്കാൻ സാധിച്ചതിൻ്റെ ആത്മസംതൃപ്തിയിൽ അർജുൻ ആ കിണറ്റിലേക്ക് നോക്കി നിന്നു.